പ്രവേശിക്കുന്നുണ്ടോ, ആ കണ്ണിൽ സൗന്ദര്യവർദ്ധനത്തിന്റെ വസ്തുക്കൾ വരുത്തുന്നോ, ആ കണ്ണിൽ ചായം പൂശുന്നോ, ആ കണ്ണുകൊണ്ടോ കടക്കെണ്ണുകൊണ്ട് കാശക്തിയോട് അന്യപുരുഷന്മാരുടെ ശരീരത്തിലേക്ക് നോക്കുന്നോ, ആ കണ്ണല്ലേ നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ കണ്ണിലും നിറഞ്ഞ അല്ലാഹു ചോദിക്കുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണുകളുണ്ടല്ലോ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ചുണ്ടുകളില്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ചുണ്ടുകളില്, ഒരു ജീവജാലങ്ങൾക്ക് ഇത്രത്തോളം ഭംഗിയുള്ള ചുണ്ടുകൾ അല്ലാഹു കൊടുത്തിട്ടില്ല. വികാരത്തിന്റെ സ്നേഹത്തിന്റെ സ്പർശനം ഉറങ്ങിക്കിടക്കുന്ന ഒരു മുഖത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയായ ചുണ്ടുണ്ടല്ലോ, ആ ചുണ്ടെന്ന് ചുരുങ്ങിപ്പോരാ, ആ ചുണ്ടെന്ന് കുടുങ്ങിപ്പോരാ. എത്ര വൃത്തികേടായ നമ്മളെ കാണാ അല്ലാഹു പടത്തിലുണ്ടോ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ചോദിക്കുക, ഒരു സാരം മനോഹരമായ ചുണ്ടുകളൊക്കെ ചിക്കു പരത്താൻ വേണ്ടി മാത്രമല്ല, അള്ള ചോദിക്കാൻ മനോഹരമായ ചുണ്ട് തന്നില്ലേ, കണ്ണ് തന്നില്ലേ, പിന്നെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ. ഒരു ജീവിക്കും കഴിയില്ല നോക്കാൻ വിത്തവാ, മനുഷ്യനു മാത്രം റബ്ബ് ചെയ്ത ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അള്ള കൊടുത്തിരിക്കുന്നത് ഈ മനുഷ്യരായ നമുക്ക് മാത്രമാണ്. ലോകത്ത് വേറെ ഒരു ജീവജാലങ്ങൾക്കും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അള്ള കൊടുത്തിട്ടില്ല. പശു നോക്കൂല, ആട് നോക്കൂല, കോഴി നോക്കൂല, തത്ത നോക്കൂല, പ്രാവ് നോക്കൂല, പുലി നോക്കൂല, സിംഹ നോക്കൂല. ആകാശം കാണാൻ ഇന്നൊന്നും അള്ള ഭാഗ്യം കൊടുത്തിട്ടില്ല, നമുക്ക് മാത്രം. നമ്മളിങ്ങനെ അമ്മായിയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ചോറ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടിയുടെ മോള് വാതിറക്കി. അപ്പൊ അമ്മയന്മാർ നോക്കി മോൾ ഇങ്ങനെ വാതിറക്കുമ്പോ ഉമ്മച്ചി ഇങ്ങനെ ചോറ് ഇങ്ങനെ ഉരുട്ടി മോളെ വായിൽ പകുതി ഉമ്മച്ചിയുടെ വായിൽ. അങ്ങനെയൊക്കെ അമ്പിളിമാവനെ കാണിച്ചു കൊടുക്കാൻ ഇതിങ്ങനെ നോക്കാൻ അള്ള ഈ ലോകത്ത് കഴിവ് കൊടുത്തത് മനുഷ്യർക്ക് മാത്രം. അതുപോലെ ഒരു കഴിവ് മനുഷ്യർക്ക് മാത്രമേ അള്ള കൊടുത്തിട്ടുള്ളൂ. കഴിവാ ഇതിനുണ്ടാക്കല, പാര വെക്കല, കല്യാണം മുടക്കല, അതുപോലെ ഒരു കഴിവുകൂടിയുണ്ട്. അതുപോലെ കല്യാണം മുടക്കാനൊക്കെ നമുക്ക് വലിയ കഴിവാ. അള്ളാഹു ചോദിക്കും, ഇങ്ങനെയുണ്ട് ഇരുവരിയുടെ അഫ്ഗാനിസ്ഥാനിന്റെ മകൻ വന്നിട്ട് ആലോചിക്കാൻ വന്നതാ, സുബ്ഹാനല്ലാഹ് പൊട്ടക്കലത്തിൽ മോളെ ഇറങ്ങിയാലും അള്ളാഹ് നീ കെട്ടിച്ചു കൊടുക്കുക. അപ്പോഴേ വന്ന ആൾ ഡബിൾ കൊടുക്കും. ഇതുപോലെ വീണ്ടും ചോദിക്കുമല്ലോ, എത്ര കല്യാണങ്ങൾ അങ്ങനെ മുടക്കി. നമുക്ക് വേറെ ഒരു ജോലി ഇല്ലാത്ത പോലെ അള്ളാഹു മനുഷ്യന് കൊടുത്ത മറ്റൊരു അനുഗ്രഹം കൂടിയുണ്ട്. എന്തെന്നറിയോ? ആ അനുഗ്രഹം നമുക്ക് തിരിക്കാൻ അള്ളാഹു തന്ന കഴിവാണ്. ലോകത്ത് വേറെ ഒരു ജീവിയും ദുനിയാവിന്റെ തൊലിക്കുപുറത്ത് തിരിച്ച ചരിത്രമില്ല. ഒരു ജീവജാലവും ചിരിക്കൂല. നമ്മൾ ഇക്കുവാക്കി നോക്കി പൂച്ചക്കുറ്റിയെ കുറിച്ച് വെച്ചിട്ട് ചിരിക്കൂല. ലോകത്തൊരു ജീവി ചിരിക്കൂല, മനുഷ്യന് മാത്രമേ ചിരിക്കുള്ളൂ. അള്ളാഹു തന്ന സൗഭാഗ്യമാണ്. നമുക്ക് ചിരി തന്നത്. എപ്പോൾ ചിരിക്കണം, എങ്ങനെ കരയണം എന്നൊരു വിഷയമുണ്ട് എനിക്ക്. അത് പിന്നെ മാർച്ചിലെ ഏർക്കുള്ള കോർട്ടിൽ പോയപ്പോ പറഞ്ഞു. ചിരി എന്ന് പറയുന്നവര് മനുഷ്യൻ അള്ളാഹു കൊടുത്തിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ചിരി. വലിയ അനുഗ്രഹമാണ്. ആ ചിരിയും കളിച്ചിലും ഒക്കെ നിയന്ത്രിക്കണം, എപ്പോഴാണ് ചെയ്യേണ്ടത് നിയമമുണ്ട് ഇസ്ലാമിൽ. അതും വെറുതെ തന്നെ ചിരിയും കളിയായിട്ട് കിടക്കല്ല. അപ്പൊ ഈ കഴിവൊക്കെ അള്ളാഹു മനുഷ്യന് മാത്രമാണ് തന്നത്. എന്നിട്ടാ മനുഷ്യന് അള്ളാഹു പറയുന്ന കണ്ട് والموريات قدحا والمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. അള്ളാഹു പറയുകയാ, കടക്കളത്തിൽ പോരാടുന്ന കടക്കുതിരയെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാ, യുദ്ധത്തിൽ പോരടിക്കുന്ന കുതിരയുണ്ടല്ലോ, പടക്കുതിര. ആ കുതിരയെ സത്യം ചെയ്തുകൊണ്ട് ആ കുതിര യജമാനനോട് നന്ദിയുള്ളത് കൊണ്ടാണല്ലോ പട്ടിണിയാണെങ്കിലും ആ കുതിര പടക്കളത്തിൽ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും. ആ കുതിരയെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, പടക്കളത്തിലെ കുതിര എന്ന് പറയുമ്പോ ഇസ്ലാം എന്ന് പറയുന്ന സംസ്കാരം മറ്റു മതങ്ങളെ നശിപ്പിക്കാനുള്ളവരും യുദ്ധത്തിന്റെ കഥകളാണെന്ന് കരുതിപ്പോട്ട എന്നുള്ളവർക്കറിയില്ല ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ കഥകളൊന്നും. ഒരു 15 ദിനം വാങ്ങുന്നതിന്റെ അന്ന്
പിന്നെ മാസികകളും വാരികളൊക്കെ വായിച്ചു നോക്കിയിട്ട് ബദർ ദിനത്തെ കുറിച്ചുള്ളതെല്ലാം കൂടെ നോട്ട് ചെയ്തെടുത്ത് തറാവീന് ശേഷം പ്രിയമുള്ളവരെ ഇന്ന് ബദർ ദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പ്രത്യേകിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെ കേൾക്കും. കേട്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കും, ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ചോറ് മാറ്റോണ്ട് വീട്ടിൽ പോയിരുന്നു, ബദർ ദിനത്തിന്റെ ചോറ് വാങ്ങാൻ ഞാൻ നിർത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ബദർ ദിനം എത്തിക്കൊണ്ടിരിക്കും. ബദർ ദിനം എന്ന് പറയുന്നതിന് ആർക്കും വലിയ ഉഷാറൊന്നുമില്ല. ബദർ എത്രയോ വേറെ യുദ്ധങ്ങൾ നടന്നു, പിന്നെ ബദർ മാത്രം എന്തായാലും ബദർ ദിനം എന്ന് പറഞ്ഞ ആരും ചെയ്യാറില്ല. 17 പല പള്ളികളിലും ബദറിനെ കുറിച്ച് പറയുന്നത് പോലും ഇന്ന് യുദ്ധമായി മാറി. അള്ളാഹു നമ്മളേക്ക് കാത്തിരിക്കട്ടെ. അവരെ നമ്മൾ ഓർത്തില്ലെങ്കിൽ പിന്നെ ആരാ ഓർക്കാനുള്ളത്? സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ സംഭവങ്ങളുണ്ട്. അപ്പൊ യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ ഉപ്പമാര് പണ്ട് പഠിച്ചിരുന്ന പോലെ നമ്മുടെ ചെറുപ്പക്കാരെ പഠിച്ച ഉപ്പമാർക്ക് പണ്ടറിയാം. പിന്നെ പദർപടപ്പാട്ടും കൂട്ടാലെ മക്കളവും തുറസുടുമടുകളും പകയുടെ തുണികതപ്പുകളും കൈമണി തുണികദാസകളാ ഉളമക്കുള്ള ചൂളകൾ കൊമ്പു ചങ്കുകളാൽ തകൃതികൾ കോഴത്താളമോടി ചാടിയും സപ്പനിപ്പുകളാ പദർപടപ്പാട്ടിന്റെ ഈരടികളാണ്. ഇതൊക്കെ പണ്ടുള്ളവർക്കറിയാമായിരുന്നു. സുഗന്ധേ എടുത്തത് അമ്മ സുരിന്ത് വരുമ്പോൾ തൊഴുകൈതമ്മ നികരേറ്റവരയാതി ഹബീബുള്ളാഹ് നേസത്തിരുമുണ്ടിൽ കിടത്തിക്കൊണ്ടേ. ഇതൊക്കെ പണ്ടുള്ളവർക്കറിയാം. ഇപ്പോഴുള്ള പാപ്പാർക്കത് അറിയുമെന്നറിയില്ല. അവരിപ്പോ വിശാൽക്കാലം കഴിഞ്ഞാൽ ഏറ്റവും കൊടുത്തുകൊണ്ട് അപ്പോഴേ ഓടുകയാണ് പട്ടുറുമാലിന്റെ വഴി ചെയ്യണം. അതുകൊണ്ട് അവർക്ക് അതിനെ കുറിച്ച് ഓരോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും അധികം സീരിയൽ എന്ന് കാണുന്നവർ ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. പെണ്ണുങ്ങൾ മാത്രമല്ല സീരിയലിന്റെ ആള്. ഏറ്റവും അധികം സീരിയൽ കാണുന്നത് ഒരു 10-45 വയസ്സ് കഴിഞ്ഞ വീട്ടിലുള്ള ചില കാരണവന്മാരുണ്ടല്ലോ. വീട്ടിലുള്ള വേറെ ജോലിയൊന്നുമില്ല, അവർക്ക് സീരിയൽ വലിയ ഇഷ്ടമാണ്. റമളാൻ മാസം കഴിയുമ്പോൾ ഒരു ദുആ ചെയ്യണം, അല്ലാഹുവേ കുങ്കുമപ്പൂ തീരല്ലേ റബ്ബേ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് താല്പര്യം. അത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവർ, അതിനൊക്കെ അടിച്ചായി പോയി. നമ്മുടെ സഹോദരങ്ങൾക്ക് ഇങ്ങനെ നല്ല ഒരു മുൻപിലുള്ള ഒരു പൈസ അറിയോ രാവിലെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും പറയാനും അതിനൊന്നും അവർക്ക് നേരമില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. യുദ്ധക്കളം. ആ യുദ്ധക്കളത്തിൽ തന്നെ യജമാനു വേണ്ടി എല്ലാം മറന്നുകൊണ്ട് പോരടിക്കുന്ന പടക്കുതിരയിട്ടിട്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പടക്കുറമ്പിടാൻ പറയുകയാ, ഇന്നലെ തീർച്ചയായും മനുഷ്യവർഗമുണ്ടല്ലോ അവന്റെ റബ്ബിനോട് മുന്നേട് കാണിക്കുന്നു. ഇരുവേദിയിലെ കണ്ണൂരികളുടെ ഇരുവേദികളുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങളെ കുറിച്ചാണോ അല്ലാഹു പറഞ്ഞത്? നമ്മളെ കുറിച്ചാണോ അല്ലാഹു പറഞ്ഞത്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നന്ദി കെട്ടവരായി പടച്ചറപ്പിന്റെ മുമ്പിൽ ചെന്ന, നന്ദി കെട്ടവരായി അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന ഒരിക്കലില്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തിരിക്കുന്ന അനുഗ്രഹം എത്രയോ വലുതാണ്. ഈ മനുഷ്യക്ക് റമളാനിൽ 30 രാത്രിയും തറാവീഹ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയോ? എത്ര അൽഹംദുലില്ലാ പറഞ്ഞാ മതി വരും പ്രിയപ്പെട്ടവര്. രോഗം ബാധിച്ചുകൊണ്ട് നോമ്പ് പിടിക്കാൻ കഴിയാറ്, നിസ്കരിക്കാൻ കഴിയാറ്, പട്ടിണി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് രാവും പകരം പടച്ചറപ്പിനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ICU അതിനകത്ത് കിടന്നുകൊണ്ട് പൊട്ടിക്കറിയുന്ന എത്രയോ നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. അവരെ സംബന്ധിച്ച് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയോ വലുതാ. എന്റെ സഹോദരങ്ങളത് മനസ്സിലാക്കില്ല, എന്റെ ചെറുപ്പക്കാരത് മനസ്സിലാക്കില്ല. കല്ലിനും കഞ്ചാവിനും പെണ്ണിനും മണ്ണിനും വേണ്ടി നൊന്ത് പ്രസവിച്ച ഉമ്മാരെ കഴിപ്പറത്ത് മുമ്പിൽ വെച്ചോ പടിയില്ലാത്ത ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, നന്ദി കെട്ടവരാൾ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലണ്ട. പെരുന്നാളിന്റെ പ്രഭാതത്തിന്റെ നിസ്കാരം കിടന്ന ഉടനെ തിയേറ്ററിലേക്ക് പോകാൻ മനസ്സ് വന്നവര് റമളാൻ മാസത്തിൽ മനസ്സിനെ പിടിച്ചെടുത്തിട്ട് പെരുന്നാളാകുന്നു സിനിമ കാണാനുള്ള ആർത്തി കൊണ്ട് തിയേറ്ററിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടെത്തിക്കുന്ന പൈശാചികമായ പ്രവണതയുണ്ടല്ലോ. ആർക്കു വേണ്ടിയാണ് ചെറുപ്പക്കാരാ നീ ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്മാരുള്ളതോ? നീ മരിക്കാൻ നേരത്ത് അസ്രായേൽ രോഗിക്കുന്നു. എന്റെ പെങ്ങന്മാരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു സീരിയലിന്റെ നടികൾ വരോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു സിനിമാ നടന്മാര് വരോ, എത്രയോ മഹാന്മാർ, എത്രയോ
മഹതികൾ ജീവിതം മുഴുവനും പടപ്പുറപ്പിന് സമർപ്പിച്ചിട്ട് അവസാന ലോകത്തിൽ നിന്ന് വിട പറയുന്നു. കബറിനെ ഓർത്ത് പരലോകത്തെ ഓർത്ത് പൊട്ടിക്കരന്നുകൊണ്ടാ ഈ വെളിയാകുന്ന വെളിക്കുറത്തിൽ നിന്ന് മരണപ്പെട്ടു പോയതെങ്കിലോ ഒന്നിനും കഴിയില്ലാത്ത പ്രിയപ്പെട്ടവര് അവരുകളൊന്നും അല്ലാത്ത വർദ്ധയിലേക്ക് കൊണ്ടുപോകാൻ നിവർത്തിയില്ലാതെ വെളിയാകുന്ന ഇട്ടാവട്ടത്തെ പണത്തിന്റെ പിന്നാലെ കോവിഡ് പോലെ നാമതീട്ടിയറിയുന്ന ഞാനും നിങ്ങളെ എന്തുമാത്രം അഴിവാറുകൾ നമ്മുടെ കബറിലേക്ക് മാറ്റിവെക്കണം. എന്തുമാത്രം ആഗ്രഹത്തിന്റെ ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നറിയോ? അല്ലാഹു ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന അനാഥകളെ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും കുറച്ചു വരാകുന്ന അനുഗ്രഹം എത്ര വലുതാണ്. ഇന്നലെയും പത്രത്തിലൂടെ വായിച്ചതാണ്. 4 വയസ്സുള്ള കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിറങ്ങി സ്കൂൾ ബസ്സിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി. സ്കൂൾ ബസ്സിന്റെ മുമ്പിൽ ഒരു കുഞ്ഞ് നിന്നാൽ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ആ കുഞ്ഞ് പോയിട്ടുണ്ടാവും. അത്രയും സമയം ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി കുഞ്ഞ് വീട്ടിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതി. പക്ഷെ മഴ പെയ്തതുകൊണ്ട് കുഞ്ഞ് അവിടെ നിന്ന് ബാഗ് തുറന്നു ബാഗിനകത്ത് കുടയെടുത്ത് നിവർത്തി വാടുന്നു. ഡ്രൈവർ കണ്ടില്ല. ഡ്രൈവർ കണ്ട് കുഞ്ഞ് വീട്ടിലേക്ക് ഓടിക്കാണും എന്ന് പറഞ്ഞ് വണ്ടി പുറകിലേക്ക് എടുത്തു. 4 വയസ്സുകാരിയുടെ ജീവിതം അവിടെ തീർന്നു. 4 വയസ്സുകാരിയുടെ ജീവിതം അവിടെ തീർന്നു. കഴിഞ്ഞ വർഷം നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതാ. തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിക്കടുത്ത് പാർവതി കുട്ടനാർ എന്ന് പറയുന്ന ഒരു ആറുണ്ട്. അവിടെ ഒരു പ്ലേ സ്കൂളിലെ വാഹനം മറിഞ്ഞു വീണു. തലകീഴായി മറിഞ്ഞു വീണു. 6 മക്കൾ ആ സെക്കൻഡിൽ മരണപ്പെട്ടു. വലിയ പായലും ചെളിക്കുണ്ടും നിറഞ്ഞ ആ കുഴിയിലേക്ക് ഈ മക്കൾ ചെന്ന് വീണു. നെഞ്ചിലും ശ്വാസകോശത്തിലും ഒക്കെ എന്ത് ചെയ്തു? ഈ ചെളിക്കുണ്ട് കയറി നിറഞ്ഞു. 6 മക്കളാണ് മരണപ്പെട്ടത്. ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. ഇർഫാൻ എന്ന പേരുള്ള ഒരു കുഞ്ഞ് 1 വർഷമായി അബോധാവസ്ഥയിൽ. ഈ റമളാനിന്റെ അവസാന ഒറ്റയൊറ്റ രാത്രിയിൽ കണ്ണീരോടുകൂടി ദുആ ചെയ്ത ആ കുഞ്ഞിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുഹമ്മദ് ഇർഫാൻ എന്ന പേരിൽ ഇന്നും ബോധമില്ലാതെ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കിടക്കാൻ 1 വർഷമായി കണ്ണു തുറന്നിട്ടില്ല. ജീവനുണ്ട്, നാഡീ ഞരമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ കണ്ണു തുറക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ജീവനുണ്ട്. അള്ളാഹു അവസ്ഥ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. 5 വയസ്സിനകത്ത് പ്രായമുള്ള മുഹമ്മദ് ഇർഫാൻ എന്ന പേരുള്ള പൊന്നുമോന്റെ അടുത്ത് ആ പൊന്നുമോനെ വേദനയോടെ പ്രസവിച്ച ഉമ്മ വന്നടുത്തിരുന്ന് കരയുകയാണ്. എന്റെ പൊന്നുമോൻ എന്ന് കണ്ണു തുറന്നെങ്കിൽ, എന്നെ ഒന്ന് ഉമ്മാന്ന് വിളിച്ചിരുന്നെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ ഇതിനകം അവർ ചിലവഴിച്ചെന്നറിയോ സഹോദരങ്ങളെ. പ്രിയപ്പെട്ട പിഞ്ചുമക്കളെയും മടിയിൽ വെച്ചുകൊണ്ട് തിരുവേലിയിൽ വാതിന് വന്ന പ്രവാചനത്തിൽ വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, അല്ലാഹു നമുക്ക് ആ മക്കളെ തന്നതിന് പകരം അല്ലാഹുവിനോട് എത്ര ഹംദ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര നന്ദി ഞാൻ നിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു ആ നമ്മുടെ മക്കൾക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആരോഗ്യം കൊടുക്കട്ടെ. പിന്നെ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ സർവ്വരെയും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസർ ചെറിയ കാര്യമാണോ? 80 രീതിയിലാണ് ക്യാൻസർ പടർന്നു പിടിക്കുന്നത്. 80 രീതിയിൽ. ഒരു ദിവസം പള്ളിയിൽ ഒരാൾ പിരിവിന് വന്നു. പൈസ ചോദിച്ചുകൊണ്ട് വെള്ളിയാഴ്ച സാധാരണ ദിവസങ്ങളിലൊക്കെ ചില പള്ളിയിലൊക്കെ വരാറുണ്ടെന്ന് അവിടെ അങ്ങനെ പിരിവില്ല. എങ്കിലും വിശ്വസ്തനായ എന്റെ ഒരു സുഹൃത്തായ ഉസ്താദ് പറഞ്ഞു വിട്ടു, എന്തേലും പറഞ്ഞു കൊടുക്കണം. ആള് കൂടുതൽ വരുന്ന പള്ളി ആയതുകൊണ്ട് എന്തേലും എല്ലാവരും ഒരു 10 രൂപ കൊടുത്താലും അയാൾക്കൊരു ചെറിയ സമാധാനത്തിനാവുമല്ലോ. എന്താ അസുഖമെന്നറിയോ? തൊണ്ടയിൽ ബാധിച്ച ക്യാൻസറാ. 1.5 ലക്ഷം രൂപയാണ് ഒരു ഇഞ്ചക്ഷന്. അല്ലാഹു നമ്മയൊക്കെ കാത്തിരിക്കും. ഒരു മാസത്തിൽ ഒരു ഇഞ്ചക്ഷന് 1.5 ലക്ഷം രൂപ. ഒരുപാട് പണം അല്ലാഹു തരുമ്പോ കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് പള്ളിയും ദീനും മറന്ന് കള്ളുകുടിക്കാൻ വേണ്ടി മനസ്സുവെക്കുന്ന ചെറുപ്പക്കാര് പഠിച്ചോ. അതിനാ സമയത്ത് കരത്തിന്റെ മുകളിൽ ഇളം തന്നെ രടിച്ചു വീശുമ്പോ കാമുകിമാർക്ക് തൂരടിക്കുന്ന മൊബൈലിലൂടെ സംസാരിക്കുന്ന കാമുകിമാർ പഠിച്ചു. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ജീവിക്കാനുള്ള യുവത്വം കള്ളിലും കഞ്ചാവിലും പെണ്ണിലും ഏറ്റാവൃത്തിക്കും കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്ന സഹോദരങ്ങളും പഠിച്ചോ. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കയറാൻ നേരമില്ലാതെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഓടി നടന്ന് പണത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ച് അലഞ്ഞ് തിരിയുന്നവർ പഠിച്ചോ. 1.5 ലക്ഷം രൂപ